ഭാഗം 20. രണ്ടുപേരും പിടഞ്ഞു മാറിയിരുന്നു. അല്പം മുഷിച്ചിലൂടെ നോക്കിയ സൂരജിന്റെ മുഖം കണ്ടപ്പോൾ അനന്തുവിന് അല്പം ആശ്വാസം തോന്നി. മറ്റാരുമല്ലല്ലോ കണ്ടത് എന്ന്. എന്താ ദിവ്യ ഇത്? ഒരേട്ടന്റെ അധികാരഭാവത്തോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി സൂരജ് ചോദിച്ചത്. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അനന്തുവിന് ഷർട്ടിന്റെ പുറകിലേക്ക് മറഞ്ഞു നിന്നിരുന്നു അവൾ. മറുപടി നൽകേണ്ടത് തന്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അനന്തു സൂരജിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അളിയ, തെറ്റിദ്ധരിക്കരുത്. നിന്നോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇവളെ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. സത്യമാണോ ദിവ്യ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. രണ്ടുപേരും കയറി വാ. സൂരജിനൊപ്പം അകത്തേക്ക് കയറുമ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നായിരുന്നു അവൾ നോക്കിയത്. ആരെങ്കിലും കാണുമോ എന്ന് തോന്നൽ. നിങ്ങൾ എന്ത് വിചാരിച്ചാണ്? പ്രത്യേകിച്ച് ദിവ്യ. തെറ്റ് ചൂണ്ടിക്കാണിച്ച് സൂരജ് പറഞ്ഞപ്പോൾ അനന്തുവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവളുടെ ഇരിപ്പ്. കൈകളിൽ നഖം മുറുകിയപ്പോൾ അവന് മനസ്സിലായിരുന്നു അവൾ എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന്. നന്ദു, നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ എന്താ ഇപ്പോൾ പറയേണ്ടത്? നിങ്ങൾ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഒരു തെറ്റായിട്ട് ഞാൻ പറയില്ല. പക്ഷേ ഇത് നടക്കുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പുണ്ടോ? സൂരജിന്റെ ചോദ്യത്തിന് രണ്ടുപേരുടെയും കയ്യിൽ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അതോ ഒരു ടൈം പാസ് ആണോ? എനിക്ക് ഉറപ്പുണ്ട്. ആ സമയം ദിവ്യയുടെ മറുപടി അനന്തുവിനെ പോലും അമ്പരപ്പിച്ചിരുന്നു. താൻ പോലും പറയാൻ മടിച്ചൊരു മറുപടി. ഉറച്ചതായിരുന്നു ആ സ്വരം. നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന്? സൂരജ് ചോദിച്ചു. സമ്മതിപ്പിക്കും. അനന്തുവേട്ടനെ എനിക്ക് നന്നായി അറിയാം. അവൻ്റെ സ്വഭാവങ്ങളെപ്പറ്റിയും എനിക്കറിയാം. അവരുടെ വീട്ടിലെ അവസ്ഥയെപ്പറ്റിയും എനിക്കറിയാം. നിന്നെക്കുറിച്ചും അവനോളം എനിക്കറിയില്ല. പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ സഹോദരിക്ക് തുല്യമായി ഞാൻ കരുതിയിട്ടുണ്ടെങ്കിലും നിന്റെ സ്വഭാവം എന്താണെന്നോ ഉള്ളിലെ ചിന്തകൾ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. കൗമാരത്തിൽ പെൺകുട്ടികൾക്ക് തോന്നുന്ന വെറുമൊരു ആകർഷണമാണെങ്കിൽ അത് നിർത്തിയേക്ക്. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നടക്കാൻ 1% പോലും സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത്. നിന്റെ വീട്ടിൽ സമ്മതിക്കില്ല. ഇനി ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അവന് നിന്നെ പോറ്റാനുള്ള മാർഗവുമില്ല. വീട്ടുകാരോട് പോരാടാനുള്ള ധൈര്യമൊന്നും നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ പ്രായം 19 20 ആണ്. ഈ സമയത്ത് ഒരു ജീവിതത്തെ പറ്റിയുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ അതല്ല ജീവിതം. ഒരു 2 വർഷം കഴിയുമ്പോൾ നിനക്ക് വീട്ടുകാർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ മാത്രമേ ആ സാഹചര്യത്തിൽ സാധിക്കൂ. പക്ഷെ അപ്പോഴേക്കും ഇവന് മറക്കാൻ കഴിയണമെന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു നോവായി മാറും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ഇവനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടോ നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ ഒന്നുമല്ല. പിൽക്കാലത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേദനയായി മാറാൻ പാടില്ലാത്തൊരു കാര്യം. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ആ വാക്കുകൾ രണ്ടുപേർക്കുമുള്ളിൽ പലതരത്തിലുള്ള ചിന്തകൾക്ക് വഴിയൊരുക്കി. ചേട്ടൻ ഭയക്കുന്നത് എൻ്റെ പ്രായത്തെയും എൻ്റെ ഇഷ്ടത്തെയുമാണ്. അനന്തുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന കാര്യത്തിൽ സൂര്യചേട്ടന് ഒരു സംശയവുമില്ലല്ലോ. അവളുടെ ചോദ്യം അവനെയും അമ്പരപ്പെടുത്തി. ഭയമല്ല മോളെ, അനന്തുവിനെ എനിക്ക് വർഷങ്ങളായി അറിയാം. അവൻ്റെ രീതികളെയും നിങ്ങൾ തമ്മിൽ എങ്ങനെ ഇഷ്ടത്തിലായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. അതുപോലും എനിക്ക് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. നിന്റെ പ്രായത്തിലെ നിന്റെ ഇഷ്ടം എനിക്ക് ഭയമില്ല. പക്ഷേ ഇത് സെറ്റായില്ലേ, ഇവൻ്റെ ലൈഫ് എങ്ങനെയാകുമെന്ന് എനിക്ക് ഭയമുണ്ട്. അനന്തു ഭയങ്കര സെൻസിറ്റീവാണ്. വേണ്ട സൂരജേട്ട, സ്ഥിരമായ ഒരു പെൺകുട്ടിക്ക് മുതിർന്ന ഒരാളോട് സ്നേഹം തോന്നുമ്പോൾ എല്ലാവരും പറയുന്നൊരു ഡയലോഗാണിത്. ഇപ്പോൾ തോന്നുന്നത് പ്രണയമല്ല, അട്രാക്ഷനാണെന്ന്. പക്ഷേ അതിൽ എത്രയോ നല്ല പ്രണയങ്ങൾ ഉണ്ടായിരിക്കും. ഒരാളുടെ പ്രായത്തെ അവരുടെ ഇഷ്ടത്തിൻ്റെ മാനദണ്ഡമാക്കരുത്. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് ആക്കിയല്ല അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. എനിക്ക് നിങ്ങളുടെ മുൻപിൽ അത് തെളിയിച്ചു തരാൻ കഴിയില്ല. എൻ്റെ സ്നേഹം ഒരു ഭ്രമമല്ലെന്ന് അനന്തുവേട്ടനറിയാം. എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ളതാണെന്നറിയാം. ഞാൻ ഒരിക്കലും എൻ്റെ അനന്തുവേട്ടനെ ഉപേക്ഷിച്ച് എവിടേക്കും പോകില്ലെന്ന് ആൾക്കറിയാം. സംശയമുണ്ടേൽ ചേട്ടൻ ചോദിക്ക്, അതെനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി ഇനി കുറച്ചു നാൾ കൂടി കാത്തിരിക്കണം. പിന്നെ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലെന്ന് ചേട്ടനേക്കാൾ നന്നായി എനിക്കറിയാം. ഞാൻ വീട്ടിൽ പറയുന്നത് പോലെയൊക്കെ പറയും. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടാവില്ല. അതിനപ്പുറം മറ്റൊരു ഉറപ്പും ഈ നിമിഷം എനിക്ക് തരാൻ സാധിക്കില്ല. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അനന്തുവിൻ്റെ ഹൃദയത്തിൽ ഒരു നോവുണർന്നു. സൂരജ് ഉണ്ടെന്ന് പോലും നോക്കാതെ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരഭയം കിട്ടുന്ന പോലെ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കരഞ്ഞുപോയവൾ. എന്താടി ഇത്? കരയാതെ, അനന്തു അവളെ ആശ്വസിപ്പിച്ചു. പിന്നെ സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇവളുടെ സ്ഥാനത്ത് മറ്റേതൊരു പെണ്ണിനെ പറ്റിയായിരുന്നു നീ ഇത് പറഞ്ഞതെങ്കിലും ഞാൻ വിശ്വസിച്ചേനെ. ആദ്യമൊക്കെ ഞാൻ കരുതിയത് അങ്ങനെ തന്നെയായിരുന്നു. ഒരു 19 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് ഒരു മുതിർന്ന പുരുഷനോട് തോന്നുന്ന ഇഷ്ടം. അതിൽ കൂടുതൽ അർത്ഥങ്ങളൊന്നും അതിന് ഞാനും കൊടുത്തിരുന്നില്ല. പക്ഷെ പിന്നെ അവൾ തെളിയിച്ചു, അങ്ങനെയൊരു സ്നേഹമല്ലെന്ന്. സ്നേഹം കൊണ്ടാണ് അവൾ എന്നെ തോൽപ്പിച്ചത്. പലവട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അതിൽ നിന്ന് മാറിയവനാണ് ഞാൻ.
എന്നിട്ടും കൂടുതൽ തീവ്രമായി അവൾ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ചതി ചെയ്തിട്ടും എനിക്ക് മാപ്പ് തന്നവളാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവളാണ്. അവൾ എന്നെ സ്നേഹിക്കുന്നത് കലർപ്പില്ലാതെയാണ് സൂരജ്, അതെനിക്ക് ഉറപ്പാണ്. അവൾ പറഞ്ഞതുപോലെ ഒരു ജീവിതമുണ്ടെങ്കിൽ ഒരുമിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കും ഉണ്ടാവില്ല. എന്നെപ്പറ്റി കൂടുതൽ നന്നായി അറിയാവുന്നത് നിനക്കാണ്. ഒരു നഷ്ടം എങ്ങനെയാണ് എന്നെ ബാധിച്ചതെന്ന് നിനക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് നീ ഇത്രയും പറഞ്ഞതെന്നും അറിയാം. അതിനുശേഷം ഒരു പ്രണയമോ വിവാഹമോ ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു തള്ളിയാണ് അവൾ വന്നത്. അവളെ മറന്നൊരു ജീവിതം അനന്തുവിന് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. അവളുടെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചു കൊണ്ടുപോയി എൻ്റെ ആക്കി നോക്കും. ഒരിക്കലും വിട്ടുകളയില്ല, എൻ്റെ നെഞ്ചിലെ ശ്വാസം നിൽക്കുന്നത് വരെ. നിങ്ങൾ രണ്ടുപേരും ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ എന്ത് കാര്യത്തിനുമൊപ്പം ഞാനുണ്ടാവും. സൂരജ് അത് പറഞ്ഞപ്പോൾ ആ രണ്ട് മുഖങ്ങളും തിളങ്ങിയിരുന്നു. ഇവിടെ വന്നിട്ട് ഒരുപാട് നേരമായി, അവിടെ നിന്നെ തിരക്കുന്നുണ്ടാകും. ആർക്കെങ്കിലും സംശയമുണ്ടാവുന്നതിന് മുൻപ് തിരികെ പൊയ്ക്കൂ. പറഞ്ഞത് സൂരജാണ്. ശരിയാണ്, ഒരുപാട് സംശയമുണ്ടാക്കാതെ നിൽക്കുന്നതാണ് നല്ലത്. അനന്ത് പറഞ്ഞപ്പോൾ സമ്മതത്തോടെ രണ്ടുപേരെയും നോക്കി അവൾ ഇറങ്ങി. അതിനുശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു, സൂരജേട്ടനോട് അമ്മ പറഞ്ഞു വീട്ടിലേക്കൊന്ന് കയറണമെന്ന്. ഞാൻ പോകുന്നതിന് മുൻപ് കയറിക്കോളാം, സൂരജ് പറഞ്ഞു. ഒരിക്കൽ കൂടി അനന്തുവിൻ്റെ നോക്കി കണ്ണുകൾ കൊണ്ടവൾ അവനോട് യാത്ര പറഞ്ഞിരുന്നു. അല്പം സമാധാനത്തോടെയാണ് തിരികെ ദിവ്യ പോയിരുന്നത്. ഒരാൾ കൂടി കാര്യം അറിഞ്ഞു. തനിക്കൊരു പിന്തുണയുണ്ടെന്ന ആശ്വാസം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. നിങ്ങൾ എത്ര സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി നന്ദു. എനിക്കെന്തോ നിന്നെ നന്നായി അറിയാവുന്നത് കൊണ്ടാവും ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന പോലെയല്ല സംഭവിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ പേരിൽ നിന്റെ ജീവിതം നേരത്തെത്തിയതുപോലെ ആകരുത്. ഒരു പ്രണയം നിനക്ക് സമ്മാനിച്ചത് മദ്യപാനശീലവും പുകവലിയുമാണ്. മറ്റൊരു പ്രണയം അത് നിന്റെ ജീവിതം തകർക്കാൻ കേൾപ്പുള്ളതാവരുത്. ഒരു നല്ലൊരു സുഹൃത്തിൻ്റെ ഉപദേശമായാണ് അവന് തോന്നിയത്. അവനൊന്ന് പുഞ്ചിരിച്ചു. ഒരു പ്രണയം സമ്മാനിച്ച മോശം ശീലങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് പുറത്തു കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം പറയാലോ, ജീവിക്കണമെന്നൊരു മോഹം തോന്നിയത് ഇപ്പോഴാണ്. ഹൃദയമായി ഇഷ്ടത്തിലായിരുന്നപ്പോൾ അന്നത്തെ പ്രായത്തിൻ്റെ ആയിരിക്കും. അന്ന് കല്യാണം കഴിക്കണമെന്നോ കുടുംബമായി ജീവിക്കണമെന്നോ ഒന്നും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് വിവാഹം, കുടുംബം അങ്ങനെയൊന്നും വന്നിരുന്നില്ല. പക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ അവളോടൊപ്പം സ്വപ്നം കണ്ടിട്ടുണ്ട്. ദിവ്യ എനിക്ക് സ്വപ്നമല്ല, സത്യമാണ്. എൻ്റെ ജീവനെ നിലനിർത്തുന്ന സത്യം. നിനക്കറിയോ, 2 ആഴ്ചയായി ഞാൻ കുടിച്ചിട്ടില്ല, വലിച്ചിട്ടില്ല. എല്ലാ ലഹരിയും അവളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ നിന്നോട് ഞാനിപ്പോൾ പറയാം. എനിക്ക് ലഭിക്കാതെ പോയ അമ്മയുടെ സ്നേഹം കൂടി അവൾ എനിക്ക് തരുന്നുണ്ടായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ട് പലവട്ടം. അവൾ പോയാൽ പിന്നെ ഞാനില്ലടാ. വാക്കുകൾ അവനിടറി. നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൾ വളരെ സീരിയസ് ആണ്. മാത്രമല്ല അവളൊരു പാവം കുട്ടിയാണ്, ഹരിതയെ പോലെയൊന്നുമല്ല. നീ ചെയ്യേണ്ടത് നീ നന്നായി പഠിക്കുക. അത് പൂർത്തിയാക്കിയതിന് ശേഷം നീ അവളുടെ വീട്ടിൽ ചെന്ന് വിവാഹം ആലോചിക്കുക. അവളെ സ്വന്തമാക്കാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന അനന്തുവിന് മകളെ തരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു പോലീസ് ഓഫീസർക്ക് മകളെ നൽകാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പണം മാത്രമല്ല, സമൂഹത്തിലുള്ള സ്ഥാനം, വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്ന ആ സ്ഥാനത്തിന് ഒരുപാട് വിലയുണ്ട്. ഒരുപക്ഷെ പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ ഉന്നതമായൊരു സ്ഥാനത്തെത്തിയാൽ അവിടെ ബലഹീനതകളൊന്നും ആരും ഓർക്കില്ല. സാധാരണക്കാർക്ക് അങ്ങനെ എത്താൻ സാധിക്കുന്നത് അവൻ്റെ കഴിവിൽ കൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമാണ്. നിന്റെ കയ്യിലൊരു കഴിവുണ്ട്, പഠിക്കാനുള്ള ബുദ്ധി. അത് നീ പ്രായോഗികമായി ഉപയോഗിക്കണം. അവൾക്ക് വേണ്ടി എങ്കിലും അതിലെല്ലാം ഉപരി നിന്റെ സ്വപ്നത്തിന് വേണ്ടി. ഇനി അതാണ് നിന്റെ മനസ്സിലുണ്ടാവേണ്ടത്. എടാ, ഞാനിപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നോക്കുന്നത്. അടുത്ത മാസം ചിലപ്പോൾ പരീക്ഷയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് കേരളത്തിൻ്റെ വെളിയിലാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയൊന്ന് മടിക്കുന്നത്. പിന്നെ കാശും അതൊന്നും നീ ഓർക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാക്കി തരാനൊക്കെ എനിക്ക് പറ്റും. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉയർന്നു വരുമ്പോൾ അത് നാളെ നമുക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യമല്ലേ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ചങ്ങായിയാണെന്ന് പറയാലോ. അനന്തു ഹൃദയം നിറഞ്ഞു തന്നെ അവനെ ഒന്ന് നോക്കിയിരുന്നു. ജീവിതത്തിൽ സ്വന്തമായി ഉള്ളതെന്ന് പറയാൻ ഇത്തരം സൗഹൃദങ്ങൾ മാത്രമാണുള്ളത്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന, ചോദിച്ചാൽ ജീവൻ പോലും പകരുന്ന ചില സൗഹൃദങ്ങൾ. ഹോസ്പിറ്റലിൽ ഞാൻ വരണോ? നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാനും കൂടി വരാം. അവിടെ ആവശ്യമില്ലടാ, നമുക്ക് ഒരുമിച്ചിറങ്ങാം. അപ്പുറത്ത് കയറാം. നിന്റെ ഭാവി ഭാര്യ വീടല്ലേ. ഞാനില്ല, നീ ചെല്ല്. അവർക്ക് എന്നെ ഇഷ്ടമാകില്ല. പിന്നെ നാളെ നീ അവിടെ അവകാശത്തോടെ കയറി വരേണ്ട ആളാ. അതിനു മുൻപ് ഒരു റിഹേഴ്സൽ. സൂരജ് നിർബന്ധിച്ചാണ് അവനുമായി പുറത്തേക്ക് ഇറങ്ങിയത്. വീടിൻ്റെ പടിക്കെട്ടുകൾ കയറുമ്പോൾ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. സൂരജിനെയും ഒപ്പം അനന്തുവിനെയും കണ്ടപ്പോൾ ദിവ്യയുടെ അമ്മ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു.
ആശുപത്രിയിൽ പോകാനല്ലേ മോനെ? സൂരജിനോട് ചോദിച്ചു. ആണമ്മേ. ഭക്ഷണം എങ്ങനെയാ? ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്നുണ്ട്. 2-3 ദിവസമായിട്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടേ ഉണ്ടാവുക. ഉച്ചയ്ക്കത്തേക്ക് ഞാൻ കുറച്ച് ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതെടുത്തു തരാം. അത് വേണ്ടായിരുന്നു അമ്മേ, എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണോ? എത്ര നാളെന്ന് വിചാരിച്ചാ പുറത്തുനിന്ന് കഴിക്കുന്നത്? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കയറി വാ. സൂരജ് നടന്നു കയറിയപ്പോൾ മുറ്റത്ത് നിന്ന് അനന്തുവിനെ നോക്കി ഒരിക്കൽ കൂടി അവർ വിളിച്ചു. കയറി വാ കുട്ടി. അവരുടെ ഊഷ്മളമായ സ്വഭാവം അവന് മനസ്സിലൊരു കുളിർമ പകർന്നിരുന്നു. ചെറുചിരിയോട് ചെരുപ്പൂരി ഉമ്മറത്തേക്ക് കയറിയിരുന്നു. എൻ്റെ കൂട്ടുകാരനാണ് അനന്തു, സൂരജ് പരിചയപ്പെടുത്തി. എനിക്കറിയാമല്ലോ. ചെറുചിരിയോടെ അവർ പറഞ്ഞു. പരിചിതമായൊരു സ്വരം കേട്ടാണ് ഉമ്മറത്തേക്ക് ദിവ്യ ഇറങ്ങി വന്നത്. ആളെ കണ്ട് ഒരു നിമിഷം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നീടത് പുഞ്ചിരിക്ക് വഴിമാറി. ദീപ്തി, ഇത്തിരി ചായക്ക് വെള്ളം വെച്ച്. ചായയൊന്നും വേണ്ടമ്മേ, സൂരജ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും വന്നതല്ലേ, ഭക്ഷണം കെട്ടുകയാണ്, അതെടുക്കുമ്പോഴേക്കും ചായ കുടിക്കാം. കേട്ട പാതി ദിവ്യ അകത്തേക്കോടി. പാലെടുത്ത് ഗ്യാസിൽ വെച്ചു. നന്നായി തിളയ്ക്കുമ്പോഴേക്കും പഞ്ചസാരയും ഏലക്കയും ഇട്ട് ചായ എടുത്തു. അത് ഗ്ലാസ്സിലേക്കും പകർന്നു. പിന്നെ ഉമ്മറത്തേക്ക് വന്നു. ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അമ്മ പോലും ഞെട്ടിപ്പോയിരുന്നു. അത് പുറത്ത് കാണിക്കാതെ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ തന്നെയാണ് രണ്ടാൾക്കും ചായ കൊടുത്തത്. ചായ കൊടുക്കുന്ന സമയം അവൾക്ക് മാത്രം കാണാവുന്ന രീതിയിലൊന്ന് കണ്ണിറുക്കി അനന്തു. കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.